വളരെ വലിയ ഡേറ്റ ടേബിളുകളിൽ, അതായത് 1000-ഓ 2000-ഓ 5000-ഓ റെക്കോർഡ്സ് ഉള്ള ഡേറ്റ ടേബിളുകളിൽ വളരെ എളുപ്പത്തിൽ XLOOKUP ഫോർമുല അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ കാണുന്ന ടേബിളും ശ്രദ്ധിക്കുക. ഒരു എക്സാമിൽ പങ്കെടുത്ത 1000-ലധികം വിദ്യാർത്ഥികളുടെ റോൾ നമ്പർ, പേര്, എക്സാമിൻ്റെ റിസൾട്ട് എന്നിവയാണ് ഈ ടേബിളിലുള്ളത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ റോൾ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിദ്യാർത്ഥിയുടെ പേര്, റിസൾട്ട് എന്നിവ ഈ ടേബിളിൽ നിന്ന് നമുക്ക് കണ്ടെത്തണം. ഒന്നാലോചിച്ച് നോക്കുക. ഈ ഓരോ റോൾ നമ്പറും 1000-ലധികം ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് മാനുവലായിട്ട് കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് മാത്രമല്ല, തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ XLOOKUP ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. എങ്ങനെ നോക്കാം. ഈ കാണുന്ന റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിദ്യാർത്ഥിയുടെ പേര് ഈ ടേബിളിൽ നിന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ XLOOKUP എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3 ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് XLOOKUP ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക. XLOOKUP ഫോർമുലയിലെ ഒന്നാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് വാല്യൂ. ഇവിടെ റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിദ്യാർത്ഥിയുടെ പേരാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ റോൾ നമ്പറാണ്. റോൾ നമ്പർ കൊടുത്തിട്ടുള്ള സെൽ സെലക്ട് ചെയ്യുക, കോമ. XLOOKUP ഫോർമുലയുടെ രണ്ടാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് അറേ. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ലുക്കപ്പ് വാല്യൂ ഏത് ഡേറ്റ റേഞ്ചിലാണോ അഥവാ ഏത് കോളത്തിലാണോ സെർച്ച് ചെയ്യേണ്ടുന്നത് ആ ഡേറ്റ റേഞ്ചാണ് ലുക്കപ്പ് അറേ. ഇവിടെ റോൾ നമ്പർ സെർച്ച് ചെയ്യേണ്ടുന്നത് റോൾ നമ്പേഴ്സ് കൊടുത്തിട്ടുള്ള കോളത്തിലാണ്. ലുക്കപ്പ് അറേ എന്ന രണ്ടാമത്തെ ഇൻപുട്ടിന് വേണ്ടി റോൾ നമ്പേഴ്സ് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, 1000-ലധികം സെല്ലുകളുണ്ട് ഈ കോളത്തിൽ. മാനുവലായിട്ട് ഈ കോളം സെലക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. സോ ഞാനിവിടെ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. കോളത്തിലെ ആദ്യത്തെ സെല്ല് ക്ലിക്ക് ചെയ്യുക. ഇനി കീബോർഡിലെ Ctrl-Shift കീകൾ ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡൗൺ ആരോ പ്രസ് ചെയ്യുക. Ctrl-Shift ഡൗൺ ആരോ. നോക്കുക, കോളം സെലക്ട് ചെയ്യപ്പെട്ടത് കാണാം. ഇനി വർക്ക്ഷീറ്റിൻ്റെ മുകളിലേക്ക് വരാനായിട്ട് Ctrl-Backspace, കോമ. XLOOKUP ഫോർമുലയുടെ മൂന്നാമത്തെ ഇൻപുട്ട് റിട്ടേൺ അറേ. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ലുക്കപ്പ് വാല്യൂ ലുക്കപ്പ് അറേയിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ഏത് കോളത്തിൽ നിന്നാണോ റിസൾട്ട് തിരിച്ചു തരേണ്ടുന്നത് ആ കോളമാണ് അഥവാ ആ ഡേറ്റ റേഞ്ചാണ് റിട്ടേൺ അറേ. നമുക്കിവിടെ റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിദ്യാർത്ഥിയുടെ പേരാണ് വേണ്ടത്. സോ റിട്ടേൺ അറേക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ പേര് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യുക. കോളത്തിലെ ആദ്യത്തെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. Ctrl-Shift കീകൾ ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡൗൺ ആരോ പ്രസ് ചെയ്യുക. Ctrl-Shift ഡൗൺ ആരോ. നോക്കുക, കോളം സെലക്ട് ചെയ്യപ്പെട്ടു. വർക്ക്ഷീറ്റിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് Ctrl-Backspace, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിദ്യാർത്ഥിയുടെ പേര് കിട്ടി, ശ്രേയാദാസ്. ഇനി റിസൾട്ട് കണ്ടെത്താനായിട്ട് ഒരു തവണ കൂടെ XLOOKUP ഫോർമുല ഉപയോഗിക്കുന്നു. ഈക്വൽ XLOOKUP, റോൾ നമ്പറാണ് ലുക്കപ്പ് വാല്യൂ, കോമ, ലുക്കപ്പ് അറേ. റോൾ നമ്പേഴ്സ് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യുന്നു. Ctrl-Shift ഡൗൺ ആരോ, കോമ, Ctrl-Backspace, റിട്ടേൺ അറേ. ഇത്തവണ റിസൾട്ടാണ് നമുക്ക് വേണ്ടത്. റിസൾട്ട് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യുക. Ctrl-Shift ഡൗൺ ആരോ, Ctrl-Backspace, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിദ്യാർത്ഥിയുടെ പേരും റിസൾട്ടും കിട്ടി. ഇനി XLOOKUP ഫോർമുല തന്ന റിസൾട്ട് ശരിയാണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ റോൾ നമ്പർ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി, എസ്കേപ്പ്, ഫൈൻഡ്. റോൾ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഫൈൻഡ് ഓൾ. നോക്കുക, ഈ റോൾ നമ്പർ ഈ വർക്ക്ഷീറ്റിൽ രണ്ടിടത്താണുള്ളത്. ഒന്ന് ഈ കാണുന്ന സെല്ലിൽ, രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. നോക്കുക, റോൾ നമ്പർ, വിദ്യാർത്ഥിയുടെ പേര്, റിസൾട്ട്, ശ്രേയാദാസ് ഫെയിൽ. ഇനി റോൾ നമ്പർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എൻ്റർ. നോക്കുക, റോൾ നമ്പർ മാറിയതിനനുസരിച്ച് XLOOKUP ഫോർമുലയുടെ റിസൾട്ട് മാറിയത് കാണാം. XLOOKUP ഫോർമുലയുടെ മറ്റൊരു പ്രത്യേകത, ഒരൊറ്റ ഫോർമുലയ്ക്ക് ഒന്നിലധികം വാല്യൂസ് തിരിച്ചു തരാൻ സാധിക്കും. അതായത് ഒരൊറ്റ ഫോർമുല ഉപയോഗിച്ച് ഈ ഓരോ റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിദ്യാർത്ഥിയുടെ പേര്, റിസൾട്ട് എന്നിവ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എങ്ങനെ നോക്കാം. ഈ റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിദ്യാർത്ഥിയുടെ പേര്, റിസൾട്ട് എന്നിവ കണ്ടെത്താനായിട്ട് ഈക്വൽ XLOOKUP
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ, റോൾ നമ്പറാണ് ലുക്കപ്പ് വാല്യൂ, കോമ, ലുക്കപ്പ് അറേ, റോൾ നമ്പേഴ്സ് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. ഈ സെൽ റെഫറൻസുകൾ ലോക്ക് ചെയ്യാനായിട്ട് F0, കോമ, മൂന്നാമത്തെ ഇൻപുട്ട് റിട്ടേൺ അറേ, അതായത് ഏത് കോളത്തിൽ നിന്നാണോ റിസൾട്ട് നമുക്ക് തിരിച്ച് കിട്ടേണ്ടുന്നത്. നമുക്കിവിടെ നെയിം, റിസൾട്ട് എന്നിങ്ങനെ 2 കോളങ്ങളിൽ നിന്നുള്ള റിസൾട്ട് വേണം. അതിനുവേണ്ടി ഈ 2 കോളങ്ങളും സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, കീബോർഡിലെ F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഒരൊറ്റ ഫോമുല നെയിം, റിസൾട്ട് എന്നീ വാല്യൂസ് തന്നത് കാണാം. ഇനി ഈ സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ ഓരോ റോൾ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിദ്യാർത്ഥിയുടെ പേര്, റിസൾട്ട് എന്നിവ വന്നു. വീണ്ടും ഒരു റോൾ നമ്പർ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വിദ്യാർത്ഥിയുടെ പേരും റിസൾട്ടും ശ്രദ്ധിച്ചോളാം. നോക്കുക, വിദ്യാർത്ഥിയുടെ പേര് മുകുന്ദനുണ്ണി, റിസൾട്ട് പാസ്. XLOOKUP ഫോമുലയുടെ നിരവധി ഉപയോഗങ്ങളെക്കുറിച്ച് വേറെയും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു എക്സൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.